ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫ്ലക്സ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് ഇപ്പോൾ നമ്മളിനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഗോസസ് തിയറം എന്നുള്ള ടോപ്പിക്കാണ് മെയിനായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഗോസസ് തിയറം എന്നുള്ള ടോപ്പിക്ക് ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ടോപ്പിക് ചാപ്റ്ററിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് വേണം ആദ്യം പഠിക്കാൻ. കാരണം ഈ ടോപ്പിക്കാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക്. ഈ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ മുതലുള്ള കൺസെപ്റ്റ് വേണം. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പം ഈ ടോപ്പിക്കിനാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടതെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അത്രയും വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഭാഗം എന്താണെന്ന് നോക്കാം. എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ഇതുവരെ പറഞ്ഞത് പോയിൻ്റ് ചാർജുകളെ കുറിച്ചായിരുന്നു. ഡിസ്ക്രീറ്റ് ചാർജസ്. ഡിസ്ക്രീറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫിക്സഡ് പോയിന്റിൽ ഓരോ ചാർജസ് വീതം വെക്കുക. ഡിസ്ക്രീറ്റ് ആയിട്ട് ഫൈനൈറ്റ് ആയിട്ടുള്ള ചാർജസ് വെക്കുക. അതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ചാർജസ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ പറയാൻ പോകുന്നത് ചാർജ് കണ്ടിന്യൂസ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു സർഫസിൽ മുഴുവനായിട്ട് ചാർജസ്. ഓക്കെ, അതേപോലെ ഒരു സ്ഫിയർ എടുത്താൽ ആ സ്ഫിയറിന് മേലെ ഫുള്ളായിട്ട് ചാർജ്. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇവിടെ ചാർജ് അവിടെ ചാർജ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ദ ചാർജസ് ആർ നോട്ട് ഡിസ്ക്രീറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിസ്ക്രീറ്റ് ആണ്, ഡിസ്ക്രീറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഇതിനെ 3 രീതിയിലാണ് നമ്മൾ ടൈപ്പായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി ചെയ്യാം. അതായത് ഒരു ലൈനിൽ മുഴുവനായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്, അതേപോലെ ഒരു ഏരിയയിൽ ഒരു സർഫസിൽ മുഴുവനായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്, ഒരു വോളിയത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറയുക. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ലൈനിലാണ് ചാർജ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു ലൈനിലൂടെയാണ് ചാർജ് നിൽക്കുന്നത്. ആ ലൈനിൽ ഫുള്ളായിട്ട് ഒരു പോയിൻ്റ് പോലും ഇല്ല ചാർജ് ഇല്ലാത്തതായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് മിക്കവാറും പോസിറ്റീവ് ചാർജാണ് കാണിക്കുക. ഇതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു ലൈനിൽ ഉടനീളം പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ചാർജ്, ഇപ്പോൾ ടോട്ടൽ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q എന്ന് വിചാരിക്കുക. അതായത് ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ, ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ Q ചാർജാണ് ടോട്ടലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഈ ടോട്ടൽ ലെങ്ത് എൽ എന്ന ടോട്ടൽ ലെങ്ത്തിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, എൽ എന്ന ടോട്ടൽ ലെങ്ത്തിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പുതിയതാണ്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ല. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതൊരു ചെറിയ ലെങ്ത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ 1 സെൻറ്റിമീറ്ററുള്ള കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആ ഓരോ 1 സെൻറ്റിമീറ്ററിലും ഉള്ള ചാർജ് സെയിം ആയിരിക്കും. അതായത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും ഏതൊരു ചെറിയ ലെങ്ത് എടുത്താലും അവിടെ എല്ലാം സെയിം ചാർജ് ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, യൂണിഫോം ആയിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ means charge is same
ഓവർ സെയിം ലെങ്ത്. അതായത് ഒരു സെയിം ലെങ്ത്, സ്മോൾ ലെങ്ത് സെയിം ആയിട്ട് എടുത്താൽ അവിടെയൊക്കെ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കൊരു പുതിയ ക്വാണ്ടിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ആ ക്വാണ്ടിറ്റി? ചാർജ് ബൈ ലെങ്ത്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളതിനെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ലീനിയർ ചാർജ് ഡെൻസിറ്റീനെ നമ്മൾ ലാംഡ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ലാംഡ. നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇസ് ഈക്വൽ ടു ചാർജ് ക്യൂ ബൈ എൽ, ലെങ്ത് എൽ. ചാർജ് ക്യൂ ബൈ എല്ലിനെയാണ് നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ ചാർജിനെ നമ്മൾ എങ്ങനെ പറയാം? ലാംഡ എൽ എന്നാണ് പറയുക. ടോട്ടൽ ചാർജിനെ നമ്മൾ ലാംഡ ഇൻറ്റു എൽ എന്ന രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിലെ ഓരോ ലെങ്ത്തിലും വ്യത്യസ്ത ചാർജുകളായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ലാംഡേൻ്റെ വാല്യൂ തന്നെ ഓരോ ലെങ്ത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതിലെ ഓരോ ചെറിയ ലെങ്ത്തിലും ഇതിൻ്റെ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്താൽ 1 കൂളം ആണെങ്കിൽ പിറ്റത്തെ 1 സെൻറ്റിമീറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജ് 2 കൂളം ആവാം. പിന്നെ അടുത്തതിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ലാംഡ തന്നെ കോൺസ്റ്റൻ്റ് അല്ല ത്രൂ ഔട്ട് ദ ലൈൻ. ആ ലൈനിലുടനീളം ലാംഡ എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. ലാംഡ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ലാംഡ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്, അല്ലേ? ത്രൂ ഔട്ട് ദ ലൈൻ. ഈ ലൈനിലുടനീളം ആര് കോൺസ്റ്റൻ്റ് അല്ല? ലാംഡ കോൺസ്റ്റൻ്റ് അല്ല എന്ന് കിട്ടും. അപ്പോൾ ലാംഡ കോൺസ്റ്റൻ്റ് അല്ലാതെ കിട്ടുമ്പോൾ, നമുക്ക് ലാംഡ വേരിയബിളായിട്ട് കിട്ടുമ്പോൾ, ഈ ഓരോ ഡി എല്ലിലും ഒരു ലാംഡ പ്രത്യേക ലാംഡയാണെന്ന് വിചാരിക്കാം. അപ്പം അസ്യൂം എ ലെങ്ത് ഡി എൽ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അസ്യൂം എ ലെങ്ത് ഡി എൽ എന്ന ചെറിയൊരു ലെങ്ത് എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യാണ് ഒരു ഡി എൽ എന്ന ലെങ്ത്. ഓക്കെ, അവിടെയുള്ള ചാർജ് എന്തായിരിക്കും? ചാർജ് ഇൻ ദിസ് ലെങ്ത്, അല്ലേ? ഈ ലെങ്ത്തിലുള്ള ചാർജ് എന്തായിരിക്കും? ഞാൻ അതിനെ സ്മോൾ ക്യൂ അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് കൊടുക്കുകയാണ്. ചെറിയ ലെങ്ത്തിലുള്ള ചെറിയ ചാർജ് അല്ലേ? ഡി ക്യൂ ഈക്വൽ ടു, ചെറിയ ചാർജാണ്, ഈക്വൽ ടു നമുക്ക് ക്യൂ ബൈ എൽ ആണ് ലാംഡ. അപ്പോൾ ഈ ഡി ക്യൂ ബൈ ഈ ഡി എൽ ആണ് ലാംഡ. മനസ്സിലായോ? അതായത് ആ സമയത്ത് ആ സ്ഥലത്തുള്ള ലാംഡ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഡി ക്യൂ എന്നുള്ള ലെങ്ത് ചാർജ് ബൈ ചെറിയ ലെങ്ത് ആ ഡി എൽ ചെയ്തപ്പോൾ കിട്ടിയതായിരുന്നു ലാംഡ. ആ ലാംഡ അല്ല വേറെ സ്ഥലത്ത്, ആ ലാംഡ തന്നെയാണ് വേറെ സ്ഥലത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ രീതിയിൽ തന്നെ അതിനെ കാണാം. ഇപ്പോൾ തൽക്കാലം ഡി ക്യൂ ബൈ ഡി എൽ ഈക്വൽ ടു ലാംഡ എന്ന് പറയാനേ പറ്റുള്ളൂ. ഓർ ഡി ക്യൂ ഈക്വൽ ടു ലാംഡ ഡി എൽ എന്ന് പറയാം. ഓക്കെ, ഓർ ഡി ക്യൂ ഈക്വൽ ടു ലാംഡ ഡി എൽ എന്ന് പറയാം. ഓർ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്നത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സൈഡിൽ ക്യൂ തന്നെയാണ് കിട്ടുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ എന്നാണ് പറയാം. ഓക്കെ, ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിലെ ടോട്ടൽ ചാർജ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിലെ ടോട്ടൽ ചാർജ് ഫൈൻഡ്. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ്
കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. ഒരു സർഫസ് ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ ഉടനീളം ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് over a surface or area. ഇതിനാണ് നമ്മൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഈ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാണ്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി ചെയ്ത പോലെ തന്നെ സ്റ്റഡി ചെയ്യാണ്. ഞാനൊരു സർഫസ് അസ്യൂം ചെയ്യാണ്. ഇങ്ങനെ ഒരു സർഫസ്, ഇതിൽ ഫുള്ളായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഇതിനെ പോയിൻ്റ് ചാർജസ് കുറേ എണ്ണം അങ്ങനെ വിചാരിക്കരുത്. ഇത് പിന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ചാർജ് ഉള്ളത്. എല്ലാ പോയിന്റിലും ചാർജ് ഉണ്ട്. വേറൊരു കാര്യം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഡിസ്ക്രീറ്റ് ചാർജിൻ്റെ പോയിൻറ്റ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പ്രസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലൂടെ കടന്നു പോകാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കടന്നു പോകാൻ പറ്റും. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ ടോട്ടലായിട്ട് ക്യൂ എന്നുള്ള ചാർജാണ് ഈ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുകയെന്ന് വിചാരിക്കുക. ഈ ഏരിയൻ്റെ ഈ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ സർഫസിന് എ എന്നും കൊടുക്കും എസ് എന്നും കൊടുക്കും. നിങ്ങൾക്ക് പിന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് തൊട്ട് തന്നെ സർഫസ് ഏരിയയ്ക്ക് എസ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണെന്ന് വിചാരിക്കും. അപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണെന്ന് വിചാരിക്കും. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് അസ്യൂം ചെയ്യുന്നത്. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. അവിടെ ലൈൻ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഏരിയ എന്നാവുന്നേ ഉള്ളൂ. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഓക്കെ, ചാർജ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ ഏരിയ. ഈ ഏരിയയിലൂടെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റി പറയണ പോലെ തന്നെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി? സർഫസ് ചാർജ് ഡെൻസിറ്റിനെ നമ്മൾ സിഗ്മ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ? സിഗ്മ വിൽ ബി ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ ചാർജ് ബൈ ലെങ്ത് അല്ല, ചാർജ് ബൈ ഏരിയ, ക്യൂ ബൈ എ ഓർ ക്യൂ ബൈ എസ്. ഇതിനാണ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നേരത്തെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്ത് എഴുതുക. ഇവിടെ ആ നോട്ടിൽ ആ സൈഡിൽ തന്നെ എഴുതുക. ഇവിടെ അതിൻ്റെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി? യൂണിറ്റ് ഇവിടെ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം. സർഫസ് ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ കൂളം മീറ്റർ റേസ് ടു -2. കൂളം മീറ്റർ റേസ് ടു -2 ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഡയമെൻഷൻ ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? ഡയമെൻഷൻ നമുക്ക് ചാർജിൻ്റെ ഡയമെൻഷൻ ബൈ ഏരിയൻ്റെ ഡയമെൻഷൻ അല്ലേ? ചാർജിൻ്റെ ഡയമെൻഷൻ ഓൾറെഡി നമുക്ക് കുറേ പ്രാവശ്യം കണ്ടു, AT ബൈ ഏരിയൻ്റെ ഡയമെൻഷൻ L². ദാറ്റ്സ് ഈക്വൽ ടു AT L റേസ് ടു -2 അല്ലേ? AT L റേസ് ടു -2. ഇതാണ് സിഗ്മേൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ. ഞാൻ ഈ സൈഡിൽ എഴുതാണ്. മറ്റേ ലീനിയർ ചാർജ് ഡെൻസിറ്റീൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ലാംഡ. യൂണിറ്റ് ഓഫ് ലാംഡ നേരത്തെ കൂളം പെർ ചാർജ് പെർ ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂളം പെർ മീറ്റർ ആവില്ലേ? കിട്ടിയോ?
ഇനി ഡയമെൻഷൻ ഓഫ് ലാംഡ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഡയമെൻഷൻ ഓഫ് ലാംഡ AT ഡിവൈഡഡ് ബൈ L അല്ലേ, ഓർ AT L⁻⁻1. നമുക്ക് അത് അവിടെ ചേർക്കുക, നമുക്ക് ഡയമെൻഷൻ യൂണിറ്റ്. ഇപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇതിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കി, എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലുള്ള കേസ് നോക്കി നോക്കാം. അപ്പോൾ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണെന്ന് നോക്കി നോക്കാം. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. ആ ചെറിയ ഏരിയ DS ആണ്. ആ ചെറിയ ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാർജ് DQ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതും ആ പോയിന്റിലെ സിഗ്മ ഈക്വൽ ടു DQ/DSI. ഓക്കെ, അപ്പോൾ DQ ഈക്വൽ ടു സിഗ്മ DS, ഓർ ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡിൽ. അപ്പോൾ DQ ഈക്വൽ ടു സിഗ്മ DS നമുക്ക് കിട്ടും. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു ഇൻ്റഗ്രൽ സിഗ്മ DS എന്ന് കിട്ടും. നമുക്ക് ചാർജ് ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ചാർജ് ഫൈൻഡ് ചെയ്യുമ്പോൾ ലാംഡ DL ആയിരുന്നു ഇൻ്റഗ്രൽ, ഇപ്പോൾ അത് സിഗ്മ DS ആയി. അപ്പോൾ ഈ ഒരു വേരിയേഷൻ, ഈ ഒരു സംഭവമാണ് നമ്മൾ അങ്ങനെയാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ചാർജ് ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒഴിവാക്കാനാണ് നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ആദ്യമേ ചെയ്യുന്നത്. ഓക്കെ, ഇനി വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. തേർഡ് വൺ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോക്കുക, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് മറ്റേതിൻ്റെ അതേപോലെ ഏതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്ത രണ്ടിൻ്റെ അതേ ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിലല്ല, ഒരു ഏരിയയിലല്ല, ഒരു വോളിയത്തിലാണ്. സോ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയം. ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വോളിയത്തിലാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എങ്ങനെ നോക്കാം? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട രണ്ട് കേസിലെയും പോലെ തന്നെ ഒരു പുതിയ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യേണ്ടി വരും. ആ ക്വാണ്ടിറ്റിൻ്റെ പേരെന്തായിരിക്കും? ആദ്യം കണ്ടത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, രണ്ടാമത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി, ഇപ്പോൾ മൂന്നാമത്തത് വോളിയത്തിലാണ് ചാർജ് സ്പ്രെഡ് ആവുന്നത് എന്നുള്ളതുകൊണ്ട് മൂന്നാമത്തത് എന്തായിരിക്കും? വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. വോളിയം ചാർജ് ഡെൻസിറ്റി നമ്മൾ റോ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഒരു വോളിയം, അപ്പോൾ ഞാനൊരു സ്ഫെറിക്കൽ വോളിയമാണ് കൺസിഡർ ചെയ്തത്. ആ വോളിയത്തിൻ്റെ ഉടനീളം ഫുൾ ആയിട്ട് ചാർജാണ്. ഓക്കെ, ഫുൾ വോളിയത്തിലും ചാർജാണ്. അപ്പോൾ ഈ വോളിയത്തിൽ ഉള്ള ചാർജ്, ടോട്ടൽ ചാർജ് Q ആണ്. ഇതിൻ്റെ വോളിയം V ആണ്. എങ്കിൽ നമുക്ക് റോ ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ വോളിയം Q/V. നേരത്തെ ചാർജ് ബൈ ലെങ്ത് ആയിരുന്നു, ചാർജ് ബൈ ഏരിയയും കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ചാർജ് ബൈ വോളിയത്തിലേക്ക് പോകണം. അപ്പോൾ യൂണിറ്റ് സ്വന്തമായിട്ട് എഴുതാനുള്ള സമയമായി. യൂണിറ്റ് എന്താണ്? ചാർജ് ബൈ വോളിയാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലേ, കൂളം പെർ മീറ്റർ ക്യൂബ്, ഓർ അതിനെ കൂളം മീറ്റർ റേസ് ടു -3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓർ ഡയമെൻഷൻ ഓഫ് റോ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് AT ബൈ ഡയമെൻഷൻ ഓഫ് വോളിയം L³ ദാറ്റ് ഈസ് AT L⁻⁻3. AT L⁻⁻3 ആണ് ആരുടെ യൂണിറ്റ്? റോൻ്റെ യൂണിറ്റ്, അതല്ലെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ്.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്വാഭാവികമായിട്ടും നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഫോളോ ചെയ്യണില്ലേ? നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നോക്കി വെക്കാം. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് വോളിയം എന്നുള്ള ആ റോ എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വോളിയം എടുക്കും, ഡി വി എന്ന ചെറിയ വോളിയം എടുക്കും. ആ ഡി വി എന്ന വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ഡി ക്യു ആണ്. അവിടെ ഒരു പ്രത്യേക റോ ഉണ്ട്, അതായത് അവിടെ ഒരു പ്രത്യേക വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചാർജ് ഡി ക്യു ബൈ അവിടുത്തെ വോളിയം ഡി വി എന്ന് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ ഡി ക്യു ഈക്വൽ ടു റോ ഡി വി എന്നല്ലേ കിട്ടുക മക്കളെ? റോ ഡി വി അല്ലേ? അപ്പോൾ ഡി ക്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ബോക്സിലിടാണ്. അപ്പോൾ ക്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യൂന്ന് കിട്ടും. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ റോ ഡി വി എന്നല്ലേ കിട്ടുക. അപ്പോൾ ഇതാണ് വോളിയം ചാർജ് ഡെൻസിറ്റീൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചെറിയ ധാരണയായി, നല്ലോണം ധാരണ ആയിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം അതിൻ്റെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 3 ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്ത ഈ ടെക്നിക്സ് നമ്മൾ ഇനിയും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റീൻ്റെ എന്നുള്ളൊരു പുതിയ ക്വാണ്ടിറ്റി, അതേപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി അങ്ങനെ 3 പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ ഇപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗോസസ് തിയറം. ഓക്കെ, ഈ ഗോസസ് തിയറം എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോസസ് തിയറം ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം കൂളംസ് ലോ. കൂളംസ് ലോ തന്നെയാണ് ശരിക്കും ഗോസസ് തിയറം, അങ്ങനെ പറഞ്ഞാൽ പോലും തെറ്റില്ല. അപ്പോൾ അത് ആ ഒരു അനാലിസിസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ ഗോസസ് തിയറം എന്നുള്ളത് ശരിക്കും ഗോസ് എന്നുള്ളത് ശരിക്കും ഒരു മാത്തമാറ്റീഷ്യനാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഗോസ് എന്നുള്ളത് മാത്തമാറ്റീഷ്യനാണ്. ഈ അരിതമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച ആൾ ഗോസാണ്. അരിതമെറ്റിക് AP എന്ന് പറയില്ലേ, അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനില്ലേ n/2 ഇൻറ്റു ആ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച ആളാണ് ശരിക്കും ഗോസ്. ഗോസിൻ്റെ കോൺട്രിബ്യൂഷൻ ശരിക്കും ഒരു ഇൻ്റഗ്രലിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലാക്കി മാറ്റിയ ലോ ആണ് ശരിക്കും ഗോസസ് തിയറം. അത് നമ്മൾ അതിൻ്റെ ആ കൺസെപ്റ്റ് നേരെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എടുക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറായിട്ട് അത് മാറുകയാണ്. അപ്പോൾ ഗോസസ് തിയറം എന്ന് പറഞ്ഞത് അതിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ ആദ്യം എഴുതുന്നത്, എന്നിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റാണ് പഠിക്കുന്നത്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ ഒരു സർഫസിൻ്റെ ഉള്ളിൽ ഒരു സർഫസ് ഉണ്ട്, ക്ലോസ്ഡ് സർഫസാണ്, അതാണ് ക്ലോസ്ഡ് സർഫസിൻ്റെ E.ds പറയുമ്പോൾ ഇതിന് മൊത്തത്തോടെ എന്താണെന്ന് തന്നെ നമുക്കറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് ആണത്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ മോസ്റ്റ് ജനറൽ എക്സ്പ്രഷനായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ സംഭവമാണിത് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ മോസ്റ്റ് ജനറൽ ഫോമായിട്ട് എഴുതിയതാണിത്. അത് അറിയാത്ത ആൾക്കാരെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഫൈനൽ പാർട്ട് ഒന്ന് കണ്ടു നോക്കുക. ഫൈനൽ പാർട്ട് കണ്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് എന്തിന് ഈക്വലാണെന്നാണ് പറയണത്? ആ സർഫസിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഗോസസ് തിയറം. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കാം. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ സർഫസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തന്നിട്ടുണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഓവർ, ഈ ഒരു ഇൻ്റഗ്രലിന് ഇങ്ങനെയാണ് പറയാം, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ സർഫസ് is 1/epsilon 0 times
the charge enclosed inside the surface. ഓക്കെ, ഒരു സർഫസിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജിനെ 1/ε0 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഫോമിൽ എഴുതാണ്, വേറൊരു ഫോമിൽ റീറൈറ്റ് ചെയ്യാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് Q enclosed by ε0. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് നത്തിങ് ബട്ട് Q enclosed by ε0. അപ്പോൾ ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി, അതേപോലെ അതിൻ്റെ എക്സ്പ്രഷനും കിട്ടി. അപ്പോൾ എപ്പോഴും ബോർഡ് എക്സാമിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ ആദ്യം കാണിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ പോലും ആ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ കാരണം നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ആ ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെറ്റ് ഫ്ലക്സ്, ഓക്കെ, പുറത്തേക്ക് വരുന്ന നെറ്റ് ഫ്ലക്സ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0ക്ക് ഈക്വലാണ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെറ്റ് ഫ്ലക്സ് ആ സർഫസിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിൻ്റെ 1/ε0 ടൈംസ്, അല്ലെങ്കിൽ ആ ചാർജിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നല്ലേ മനസ്സിലാക്കാൻ. ആ ചാർജ് എത്രയാണ്, ആ ചാർജിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എന്ത്? ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലിയർ ആയല്ലോ കൺസെപ്റ്റ്? അപ്പോൾ നമുക്ക് ഈ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് ഈ മെയിനായിട്ട് നമ്മൾ ഇനി പറയാൻ പോണ ഈ ഗോസസ് തിയറത്തിൻ്റെ ബാക്കിയുള്ള പാർട്ടിലൊക്കെ നമ്മൾ ഒരു ഇമാജിനറി സർഫസാണ് വരയ്ക്കുക. ഒരു ഇമാജിനറി ക്ലോസ്ഡ്, നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ് ആവില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു രീതിയിലാവില്ല ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളായിട്ടൊരു ക്ലോസ്ഡ് സർഫസ് അവിടെ നമ്മൾ വരക്കേണ്ടി വരും, വിച്ച് ഈസ് സിമെട്രിക്കൽ. അങ്ങനെ ഒരു നമ്മൾ ഇമാജിനറി ആയിട്ട് നമ്മൾ തന്നെ വരക്കുന്ന ഒരു സർഫസിനെയാണ് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയുക. അപ്പോൾ ആ ഗോസിയൻ സർഫസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗോസിയൻ സർഫസ്, ഓക്കെ, ഗോസിയൻ സർഫസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. പക്ഷെ അതേസമയം അങ്ങനെ ഒരു സർഫസ് ഉണ്ടാവണം എന്ന് തന്നെയല്ല, ചിലപ്പോൾ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും, അതിനെ തന്നെ നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കുക. പക്ഷേ ഇൻ ജനറൽ അവിടെ ഉണ്ടാവണം എന്നില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഗോസിയൻ സർഫസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. നമ്മൾ വരക്കുകയാണ് ക്ലോസ്ഡ് സർഫസ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ചില ആൾക്കാർക്ക് വരക്കുന്ന ഗോസിയൻ സർഫസ് ഒരു ഷേപ്പിലായിരിക്കും, വേറെ ആൾക്കാർക്ക് വേറെ ഷേപ്പിലായിരിക്കും. അപ്പോൾ ആ ഷേപ്പ് ഗസ് ചെയ്യുക എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇറ്റ്സ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. എന്തിനുള്ളത്? ടു സിംപ്ലിഫൈ എന്ത് സിംപ്ലിഫൈ ചെയ്യാൻ? ദ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരക്കുന്ന ഒരു ക്ലോസ്ഡ് ഇമാജിനറി സർഫസാണ് ഗോസിയൻ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് ബൈ ഗോസസ് തിയറം, അല്ലെങ്കിൽ ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി നമ്മൾ വരക്കുന്ന ഇമാജിനറി സർഫസിനാണ് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോസിയൻ സർഫസ് എന്താണെന്നും ക്ലിയറായി, ഗോസസ് തിയറം എന്താണെന്നും ക്ലിയറായി. അപ്പോൾ ഗോസിയൻ സർഫസ് എങ്ങനെ വരക്കുക? ഇറ്റ്സ് എൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് ടു സിംപ്ലിഫൈ ദ അപ്ലിക്കേഷൻ ഓർ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ ഗോസസ് തിയറം. നമുക്ക് സിമ്പിളായിട്ട് ഒരു കേസ് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം കാണിക്കുകയാണ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ടാവും. എക്സാമ്പിൾ, ഒരു ക്യൂബിക്കൽ ബോക്സ് എടുത്തു.
ഓക്കെ, ആ ബോക്സിനകത്ത് ഞാനൊരു 1 കൂളം ചാർജ് വെച്ചു. ഓക്കെ, സോ 1 കൂളം ചാർജ് ഈസ് ഇൻസൈഡ് അല്ലേ, ഈസ് ഇൻസൈഡ് എ ക്യൂബ്. ഒരു ക്യൂബിനകത്ത് ഒരു 1 കൂളം ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെറ്റ് ഫ്ലക്സ് എത്ര എന്നാണ് വിചാരിക്കുക, നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഇപ്പോൾ ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ ഗോസിയൻ സർഫസ് നമ്മൾ പുതിയതായിട്ട് വരക്കണ്ട, കാരണം ഒരു ക്യൂബിലൂടെ ഉള്ള ഫ്ലക്സ് തന്നെയാണ് ഇവിടെ ചോദിച്ചത്. ക്യൂബിൻ്റെ അകത്താണ് ആരുള്ളത്, ഈ 1 കൂളം ഉള്ളത്. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു ബൈ ഗോസസ് തിയറം ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ എൻക്ലോസ് ചെയ്ത ചാർജ് എത്രയാണ്, 1. സോ 1/ε0 ആണ് ഫ്ലക്സ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് എക്സാമ്പിളാണ്. 1-2 എക്സാമ്പിൾ കൂടെ കണ്ടിട്ട് നമുക്ക് അപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നത്. ക്യൂബിൻ്റെ അകത്ത് 1 കൂളം ചാർജ് ഉണ്ട്, ഒരു അകത്ത് വേറൊരു പോയിന്റിൽ 2 കൂളം ചാർജ് ഉണ്ട്. സെൻറ്ററിലൊന്നുമല്ല, ഈ സൈഡിലായിട്ട് ഒരു -4 കൂളം ചാർജ് ഉണ്ട്. ക്യൂബിൻ്റെ പുറത്ത് ഒരു +5 കൂളം ചാർജ് ഉണ്ട്, ഇവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ട്. നമ്മളോട് ചോദിച്ചത് നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. ഓക്കെ, ഈ ക്യൂബിനകത്ത് കൂടെ പോണ നെറ്റ് ഫ്ലക്സ് എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗോസസ് തിയറം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഗോസസ് തിയറത്തിൽ എങ്ങനെ എഴുതാം, ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0. നമുക്ക് എൻക്ലോസ് ചെയ്ത ചാർജ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏതൊക്കെയാണ് എൻക്ലോസ് ചെയ്ത ചാർജ്? ഇവിടെ 2 കൂളം ഉണ്ട്, 1 കൂളം ഉണ്ട്, -4 ഉണ്ട്. 5 കൂളം പെടുമോ? ഇല്ല, കാരണം അത് ക്യൂബിന് പുറത്താണ്. ഈ 1 കൂളം പറ്റില്ല, കാരണം അതും ഈ ക്യൂബിൽ നിന്ന് പുറത്താണ്. അപ്പോൾ അകത്തുള്ള ചാർജ് മാത്രം ആൾജിബ്രിക്കലി ആഡ് ചെയ്യുക. 2 + 1 -4/ε0. 3 - 4 -1/ε0. നമുക്ക് മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്? നേരത്തെ നമുക്ക് 1/ε0 എന്നാണ് കിട്ടിയത് അല്ലേ. ഈ മൈനസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്കാണ്. നെറ്റ് ഫീൽഡ് ഈസ് ഇൻസൈഡ് ദ ക്യൂബ്, അതായത് ടുവാർഡ്സ് ദ ക്യൂബിലേക്കാണ് ഫ്ലക്സ് വരുന്നത്. അങ്ങനെ നെഗറ്റീവ് ചാർജ് കാരണമാണ് അങ്ങനെ വന്നത്. സോ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് that the net flux is inwards എന്നാണ് സൂചിപ്പിക്കുന്നത്. നെറ്റ് ഫ്ലക്സ് അകത്തേക്കാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമ്മൾ പുറത്തും അകത്തും വെക്കുന്നില്ല, പക്ഷേ ഒരു ക്യൂബിനകത്ത് തന്നെയാണ്. ഞാൻ ക്യൂബ് വെച്ച് എക്സാമ്പിൾ പറയണത് ഗോസസ് തിയറത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറെ ഷേപ്പിലേക്ക് നമ്മൾ പോകും. ഒരു ക്യൂബിൻ്റെ കറക്റ്റ് അകത്ത് ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അകത്താണ് വെച്ചിട്ടുള്ളത്. ആ അകത്ത് വെച്ച 1 കൂളം ചാർജ് കാരണം കറക്റ്റ് സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനിലൂടെ, ഏരിയയിലൂടെ എത്ര ഫ്ലക്സ് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം? നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് ഏരിയ. 1 കൂളം എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഈസ് പ്ലേസ്ഡ് അറ്റ് സർഫസ് അറ്റ് ദ സെൻറ്റർ. 1 കൂളം ചാർജ് സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് ഏരിയ ആണ്. ഇനി ഇത് സെൻറ്ററിലല്ല വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട്, ഈ പ്രോബ്ലം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമുക്കറിയാം 1 കൂളം വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലക്സ് പുറത്ത് പോകുന്നത്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് നമുക്കറിയാം. അതല്ല ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റമുണ്ട്. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എത്രയാണ് നമുക്ക് നോക്കാം. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് 5 ക്യൂബ് എന്ന് ഞാനിതിനെ എഴുതാണ് ഈക്വൽ ടു എന്താണ്, ഈ ക്യൂബിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. നെറ്റ് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് 1/ε0. ക്ലിയർ ആയിട്ടോ? ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് മനസ്സിലായി. ഇനി ആ ക്യൂബിൽ നമ്മൾ സിമെട്രിക് ആയതുകൊണ്ട് 1 കൂളം സിമെട്രിക് ആയിട്ട് പ്ലേസ് ചെയ്തതുകൊണ്ട് ആ ക്യൂബിൽ എല്ലാ സൈഡിലേക്കും ഒരുപോലെയാണ് ഫ്ലക്സ് ഇമാനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ സിമെട്രി നമുക്ക് സിമെട്രി വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ബൈ സിമെട്രി എന്ത് പറയാൻ പറ്റും? ഈ 1 കൂളം വെച്ചിട്ടുള്ളത് ഇവിടെ ആയതുകൊണ്ട് സെൻട്രൽ ആയതുകൊണ്ട് ഇതിൻ്റെ 1 നോക്കുക 6 ഫേസസ് ഉണ്ട്. 6 ഫേസസ് ഉണ്ട് ക്യൂബിന് അല്ലേ? 6 ഫേസസ് ഉണ്ട് ക്യൂബിന്. ആ ഫേസിലുള്ള ഒരാളാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 5 ത്രൂ 1 ഫേസ്, ഒരു ഫേസിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സിൻ്റെ 1/6 അല്ലേ വരുള്ളൂ. ടോട്ടൽ ഫ്ലക്സ് ഇമാനേറ്റ് ചെയ്യുന്നതിൻ്റെ 1/6 പാർട്ടല്ലേ ഒരു ഫേസിലൂടെ വരുള്ളൂ. സോ 5 ഫേസ് ഈക്വൽ ടു 1/6 ഓഫ് 5 ക്യൂബ്, ദാറ്റ് ഈസ് 1/6ε0. ക്ലിയർ? അപ്പോൾ ഇത് ഓരോ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യല്ലത്. ഓരോ എക്സാമ്പിൾ ഗോസസ് തിയറത്തിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? പുറത്തുള്ള ചാർജിന് ഒരു കാരണവശാലും ഫ്ലക്സിലേക്ക് ആഡ് ചെയ്യരുത് എന്ന് മനസ്സിലായി. സിമെട്രിക്കലോ അൺസിമെട്രിക്കലോ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു സിമെട്രിക്കലായിട്ട് തന്നെ വെക്കണം എന്ന്. ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളിവിടെ സെൻട്രലല്ല വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. സെൻട്രലല്ല വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ആൻസറിൽ മാറ്റമില്ല. കാരണം നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്തു. എപ്പോഴെങ്കിലും ഗോസസ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടോ കറക്റ്റ് സെൻറ്ററിൽ വെച്ച ചാർജിനെയാണ് നോക്കേണ്ടത്? ഇല്ല. നെറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് സെൻറ്റർ എന്നല്ല, ഇൻസൈഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗോസസ് തിയറം നേരിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിൽ കറക്റ്റ് ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇത് കറക്റ്റ് സിമെട്രിക്കലി സെൻറ്ററിൽ പ്ലേസ് ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഫേസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഫേസ് ഒരു ഓപ്പൺ സർഫസ് ആണ്, ക്ലോസ്ഡ് സർഫസ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ നെറ്റ് ഫ്ലക്സ് അറിയെങ്കിൽ ഇത് പിന്നെ ഗോസസ് തിയറം അല്ല, അത് മനസ്സിലാക്കുക. ക്ലോസ്ഡ് സർഫസിൻ്റെ നെറ്റ് ഫ്ലക്സ് അറിയെങ്കിൽ അതിലെ ഒരു സൈഡിലെ നെറ്റ് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കണമെങ്കിൽ അവിടെ ഒരു സിമെട്രി വേണം. ആ സിമെട്രി കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ചാർജ് സെൻറ്ററിൽ പ്ലേസ് ചെയ്താലേ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെൻറ്ററിൽ പ്ലേസ് ചെയ്താലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. സെൻറ്ററിലല്ല പ്ലേസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനിലേക്ക് മാറും. സെൻറ്ററിലല്ല പ്ലേസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ആൻസർ വരെ നമുക്ക് എഴുതാൻ പറ്റും. ഫേസിലൂടെ പോണത് ഈ 1/6ε0 ആണെന്നോ അല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫേസിനോട് അടുത്താണ്, സെൻറ്ററിൽ നിന്ന് ഈ ഫേസിലേക്ക് ഷിഫ്റ്റഡ് ആണ് 1 കൂളം എന്നുണ്ടെങ്കിൽ 1/6ε0 വലുതായിരിക്കും. ഈ ഫേസിന് പിന്നെ വിട്ടാണെന്നുണ്ടെങ്കിൽ 1/6ε0 കുറവായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ എത്രയെന്ന് പറയുന്നത് 5 ആയിരിക്കും അല്ലേ? എക്സാമ്പിൾ 4 ആണ്. ഓക്കെ, ഇപ്പോഴും ഒരു ക്യൂബ് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. പക്ഷെ ആ ക്യൂബിലെ ഉള്ളിലല്ല ചാർജ് വെച്ചിട്ടുള്ളത്, പുറത്തും അല്ല ചാർജ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു കോർണറിലാണ് ചാർജ് വെച്ചിട്ടുള്ളത് 1 കൂളം. ഞാൻ 1 കൂളം എന്നുള്ള എക്സാമ്പിൾ എടുക്കുകയാണ്. നിങ്ങൾക്ക് മാറ്റി വന്നാലും ചെയ്യാൻ വേണ്ടിയിട്ട് 1 കൂളം എന്നാണ് എക്സാമ്പിൾ എടുക്കുന്നത്. 2 കൂളം എടുക്കാം, 4 കൂളം എടുക്കാം, എന്നാലും 1 കൂളം എന്നാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ 1 കൂളം എന്നുള്ള ചാർജ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ കോർണറിലാണ്. ചോദിച്ചത് നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എത്രയാണെന്ന് ചോദിച്ചത്. ഇവിടെ നമുക്ക് നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്, ഈ 1 കൂളം എൻക്ലോസ്ഡ് ചാർജ് അല്ല, പക്ഷേ അതിൻ്റെ ഒരു പോർഷൻ വേണമെങ്കിൽ എൻക്ലോസ്ഡ് നിൽക്കുക, ഒരു ചെറിയ ഭാഗം. കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോളിഡ് സ്റ്റേറ്റ്സിലാണ് ഇതിൻ്റെ കൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആവുക. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റ്സിൽ ഇതിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. യൂണിറ്റ് സെല്ലിൻ്റെ സമയത്ത് ഈ കോർണറിൽ നിൽക്കുന്ന ചാർജ് എത്ര ക്യൂബിന് ഷെയർഡാണ് നോക്കുക. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിൻ്റെ കോർണറിലാണുള്ളത്. ഇവിടുത്തെ തൊട്ട് അടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടൊരു ക്യൂബ് വെച്ചാൽ അതിൻ്റെയും കോർണറിലാണ് ഈ ചാർജ് വരുന്നത്.
ഈ ക്യൂബിൻ്റെ മേലൊരു ക്യൂബ് വെച്ചാൽ അതിൻ്റെ കോർണറിലാണ് ഈ ചാർജ് വരുന്നത്. ഇവിടുത്തെ ക്യൂബിൻ്റെ ഈ മേലെ വെച്ചാലും അതിൻ്റെയും കോർണറിലാണ് ഈ 1 കൂളം വരുന്നത്. ഇതിൻ്റെ മുന്നിലൊരു ക്യൂബ് വെച്ചാൽ അതിൻ്റെ കോർണറിലാണ് ഈ 1 കൂളം വരുന്നത്. ഇവിടെ മുന്നിലൊരു ക്യൂബ് വെച്ചാൽ അതിൻ്റെയും കോർണറിലാണ് ഈ 1 കൂളം വരുന്നത്. ഇതിൻ്റെ മേലെ ഒരു ക്യൂബ് വെച്ചാൽ അതിൻ്റെയും കോർണറിലാണ് 1 കൂളം വരുന്നത്. ഇവിടുത്തെ വേറൊരു ക്യൂബ് വെച്ചാൽ അതിൻ്റെയും കോർണറിലാണ് 1 കൂളം വരുന്നത്. അപ്പോൾ 8 ക്യൂബ്സിൻ്റെയും കോർണറാണ് ഈ 1 കൂളം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് സോളിഡ് സ്റ്റേറ്റ്സിലും പഠിച്ചിട്ടുണ്ടാവും. ഈ കോർണറിൽ നിൽക്കുന്ന ആൾ ഷെയർഡ് ഈക്വലി ബൈ 8 ക്യൂബ്സ് ആണ് അല്ലേ. അപ്പോൾ ആ 8 ക്യൂബ്സിലെ ഒരു ക്യൂബ് മാത്രമാണ് നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ളത്. ആ ക്യൂബിലൂടെ ഉള്ള ഫ്ലക്സ് മാത്രമാണ് ഞാൻ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലക്സ് ഈ ചാർജിന് ആദ്യം നമ്മളൊന്ന് എൻക്ലോസ് ചെയ്യണം. ചാർജിനെ എൻക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സർഫസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വരക്കും? ഗോസിയൻ സർഫസ് വരക്കും. അപ്പോൾ we draw a Gaussian surface അല്ലേ, a Gaussian surface which is cubical nature ആണ്, in which ആ cubical structureൽ 1 കൂളം is at the center. 1 കൂളം ചാർജ് സെൻറ്ററിൽ ആയിക്കൊണ്ട് ഒരു വലിയ ക്യൂബ് നമ്മൾ വരക്കും. ആ ക്യൂബ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഈ സംഭവം വരക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെയാണ് 1 കൂളം ഉള്ളത്. നമ്മൾ ഇങ്ങനെ മുന്നിലുണ്ട്. അങ്ങനെയാണ് വലിയൊരു ഗോസിയൻ സർഫസ് വരക്കുന്നത്. അപ്പോൾ ആ ഗോസിയൻ സർഫസ് വരച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്, ഓക്കെ, ഈ ക്യൂബല്ല, ആ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഇപ്പോൾ ആര് എൻക്ലോസ്ഡ് ആണ്? ഈ ചാർജ് എൻക്ലോസ്ഡ് ആണ് ആ ഗോസിയൻ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട്. സോ 1/ε0 ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചത് ഈ ക്യൂബിലൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഫേസിൻ്റെ ആ പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. ഫേസിലൂടെ പോകുമ്പോൾ ആ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ടോട്ടൽ 6 സർഫസ് ഉള്ളതിൽ 6ൽ 1ലൂടെയാണ് അവിടെ പോയത് എന്നുള്ളതുകൊണ്ട് നമ്മൾ 1/6 എടുത്തു. ഇവിടെ ടോട്ടൽ 8 ക്യൂബിലും കൂടെ ഉള്ള ടോട്ടൽ ഫ്ലക്സ് ആണിത് അല്ലേ. ടോട്ടൽ 8 ക്യൂബിലൂടെയും ഈക്വലായിട്ട് പോണ സെൻറ്ററിൽ തന്നെയാണ് ഈക്വലായിട്ട് പോണ ഫ്ലക്സ് ആണ് 1/ε0. അപ്പോൾ ഡ്യൂ ടു സിമെട്രി ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. ഡ്യൂ ടു സിമെട്രി കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 കൂളം എന്നുള്ളതിൻ്റെ കാരണമുള്ള ഫ്ലക്സ് ഈ ക്യൂബിലൂടെ, നമ്മുടെ ആവശ്യമുള്ള ഈ ക്യൂബിലൂടെ പോകുന്നത് ടോട്ടൽ ഫ്ലക്സിൻ്റെ 1/8 ആയിരിക്കും. സോ 5 ക്യൂബ് ഈക്വൽ ടു 1/8 ഓഫ് 5 ഗോസിയൻ സർഫസ്. ദാറ്റ്സ് ഈക്വൽ ടു 1/8 ε0. 1/8 അപ്പോൾ 1/8 എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ ഒന്നും കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നോക്കി നോക്കാം. ഞാനത് ഈ ഗോസിയൻ സർഫസ് ഒന്നും വരക്കൂല. എക്സാമ്പിൾ 5. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ 5 ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൺസെപ്റ്റ് മാത്രം ക്ലിയർ ആക്കുക. പിന്നെ അതിന് ശേഷമുള്ളത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അതിൻ്റെ ഫേസ് സെൻറ്ററിലാണ്, അതായത് ചാർജ് ഈസ് അറ്റ് ഫേസ് സെൻറ്റർ. ചാർജ് ഫേസ് സെൻറ്ററിലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എത്രയെന്നാണ് ചോദ്യം നമുക്ക് തന്നിട്ടുള്ള. ഇപ്പോൾ ഈ ചാർജ് എൻക്ലോസ്ഡ് ആണോ? അല്ല. എൻക്ലോസ്ഡ് ആക്കാൻ എത്ര സ്ഫിയർ വേണം? ഒരു സ്ഫിയറും കൂടെ മതി. ഒരു സ്ഫിയർ അല്ല, ഒരു ക്യൂബും കൂടെ മതി ഇവിടെ. അപ്പോൾ ആ 2 ക്യൂബിൽ ഇത് എൻക്ലോസ്ഡ് ആണ്, ഇത് സെൻറ്ററിലുമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? സോ 5 ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബും കൂടെ അവിടെ വരക്കുന്നതാണ്. അപ്പോൾ 5 ക്യൂബ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0. മനസ്സിലായോ? ഈ ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0 എഴുതുന്നെങ്കിൽ ഇത് എൻക്ലോസ് ചെയ്യണം. അപ്പോൾ 1/8. ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റെപ്പ് എഴുതാം. 1 കൂളം തന്നെ ആയതുകൊണ്ട് 1/2 ε0.
അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് മനസ്സിലാക്കിയ ആൾക്കാർ ഒരു ഫേസും കൂടെ ഇപ്പോൾ പെട്ടെന്ന് പറയാതെ ഏതാണ് അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. എക്സാമ്പിൾ 6. ഓക്കെ, ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഡ്ജ് സെൻറ്റർ. ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഡ്ജ് സെൻറ്റർ. ക്യൂബ് തന്നെയാണ്, പക്ഷേ ഫേസ് സെൻറ്ററിന് പകരം എഡ്ജ് സെൻറ്ററിൽ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് സെൻറ്ററിൽ വെച്ചാൽ എത്ര ക്യൂബ് ഉണ്ടെങ്കിലാണ് ഇത് കവർ ആവുക, എൻക്ലോസ് ചെയ്യാൻ? 4 ക്യൂബ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ടു എൻക്ലോസ് 4 ക്യൂബ്സ് ആർ റിക്വയർഡ് അല്ലേ, 4 ക്യൂബ്സ് ആർ റിക്വയർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോളിഡ് സ്റ്റേറ്റിലെ കൺസെപ്റ്റ് അറിയെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ 1/4 അല്ലേ ഇതിൽ വരുള്ളൂ. അപ്പോൾ 5 ക്യൂബ് ഈക്വൽ ടു 1/4 ഓഫ് ക്യൂ എൻക്ലോസ്ഡ് ബൈ ε0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ε0. ക്യൂ എൻക്ലോസ്ഡ് 1 കൂളം ആയതുകൊണ്ട്. 1 കൂളം അല്ലാത്ത എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഗോസിയൻ സർഫസ് ഇമാജിനറി ആണെന്ന് മനസ്സിലായി. ഞാൻ ഗോസിയൻ സർഫസിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ തരാതെ ഈ എക്സാമ്പിൾസ് ചെയ്തത് തന്നെ ഗോസിയൻ സർഫസിനെ കുറിച്ചൊരു ഫീൽ കിട്ടാനാണ്. അപ്പോൾ ഗോസിയൻ സർഫസ് ഇമാജിനറി ആണെന്ന് മനസ്സിലായി. പിന്നെ ഗോസിയൻ സർഫസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിലും വരക്കാം. ക്യൂബിക്കൽ ഷേപ്പിൽ തന്നെ നമ്മളിതുവരെ വരച്ചിട്ടുള്ളൂ, ഏത് ഷേപ്പിലും വരക്കാം. അപ്പോൾ ചില പ്രോപ്പർട്ടീസ് ഉണ്ട് ഗോസിയൻ സർഫസിൻ്റെ. പ്രോപ്പർട്ടീസ് പറയാൻ പറ്റില്ല, നമ്മൾ വരക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗോസിയൻ സർഫസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഗോസിയൻ സർഫസ്. ഓക്കെ, ഗോസിയൻ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇമാജിനറി. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. അതതിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ക്ലോസ്ഡ് സർഫസ്. ഒരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് ആണ് ഇത് ഗോസിയൻ സർഫസ്. ഇനി രണ്ടാമത്തെ ഗോസിയൻ സർഫസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ അക്വയർ എനി ഷേപ്പ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഗോസിയൻ സർഫസിനെ വരക്കാം. നിർബന്ധമായിട്ട് ഇന്ന ഷേപ്പ് എന്ന് വേണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ക്യൂബിൻ്റെ ഈ പ്രോബ്ലത്തിൽ അതിനെ സ്ഫിയറായിട്ട് വരക്കാം, അതിനെ വേറെ ഏതെങ്കിലും ഇറഗുലർ ഷേപ്പായിട്ട് വരക്കാം. പക്ഷേ നമ്മൾ ഏത് ഷേപ്പ് ചൂസ് ചെയ്യണം, ഏത് ഷേപ്പ് വെച്ചിട്ടാണോ നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക, ആ ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സ്ഫിയർ വെച്ചാൽ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ക്യൂബിനെ തന്നെ വെച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാവ് എനി ഷേപ്പ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അതിനെ വരക്കാം. ബട്ട് വി വിൽ ചൂസ് ദ ഷേപ്പ്. ഏത് ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്യും? we will choose the shape which will simplify our calculations. നമ്മുടെ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഏത് ഷേപ്പാണോ ഉപകാരപ്പെടുക ആ ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലതിന് നമുക്ക് സിലിണ്ടറിക്കലായിട്ട് വരക്കേണ്ടി വരും, ചിലതിന് ക്യൂബിക്കലായിട്ട് തന്നെ വരക്കേണ്ടി വരും, ചിലതിന് സ്ഫെറിക്കലായിട്ട് വരക്കേണ്ടി വരും, ചിലതിന് ചിലപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പായിരിക്കും വേണ്ടി വരിക. ഇങ്ങനത്തെ പല ഷേപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെറുതെ ചൂസ് ചെയ്യല്ല, നമ്മളതിൻ്റെ സിമെട്രി യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. സിമെട്രി യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളാവും. അപ്പോൾ കാൽക്കുലേഷൻ സിമ്പിളാവുന്ന ഷേപ്പ് യൂഷ്വലി സിമെട്രി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ യൂസിങ് ദ സിമെട്രി നമ്മളിപ്പോൾ ക്യൂബ് തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ അവിടെ ക്യൂബിൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ടും ആ സിമെട്രി ക്യൂബിക്കൽ ആയതുകൊണ്ടുമാണ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തെ ഇതിൻ്റെ പ്രോപ്പർട്ടി, ഒരു ഗോസിയൻ സർഫസ് ഒരിക്കലും ഒരു ഡിസ്ക്രീറ്റ് ചാർജിലൂടെ കടന്നു പോകാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്യൂബ് 1 കൂളം ചാർജിലൂടെ കടന്നുകൊണ്ട്, ഇതിൻ്റെ എഡ്ജ് സെൻറ്ററിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 1 കൂളം ചാർജിലൂടെ ഈ ക്യൂബ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകാൻ പാടില്ല ഗോസിയൻ സർഫസ്. അതുകൊണ്ട് തന്നെ ഈ ക്യൂബിനെ നമുക്ക് ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ 1 കൂളം ഇവിടെ ആയിരുന്നു,
അതിന് മുന്നത്തെ എക്സാമ്പിളിൽ 1 കൂളം ഇവിടെ ആയിരുന്നു. അതൊക്കെ ഗോസിയൻ സർഫസ് ആയിട്ട് ആ ക്യൂബ് എടുത്താൽ ബുദ്ധിമുട്ടാണ്. കാരണം ആ ക്യൂബിലൂടെ ആ ചാർജിലൂടെ ആ ക്യൂബ് കടന്നുപോകുന്നുണ്ട്. ഗോസിയൻ സർഫസ് ഒരിക്കലും ഒരു ചാർജിലൂടെ കടന്നു പോകാൻ പാടില്ല. കാരണം എന്താണ്? ആ ചാർജ് അതിൽ എൻക്ലോസ്ഡ് ആണോ അതിൻ്റെ പുറത്താണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാവില്ല. എൻക്ലോസ്ഡ് ചാർജസിനെ മാത്രമേ ഫ്ലക്സിലേക്ക് കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. സോ മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഗോസിയൻ സർഫസ് should not pass through discrete charges. ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജസിലൂടെ ഗോസിയൻ സർഫസുകൾ കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് മെയിനായിട്ട് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്നുള്ള നിലക്ക് കൂളംസ് ലോവും ഗോസസ് തിയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ചില ബുക്കുകൾ അത് പ്രൂഫ് ഓഫ് ഗോസസ് തിയർ എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൂഫ് അല്ല, അത് ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മുടെ സ്കോപ്പിലുള്ളതല്ല. അപ്പോൾ ഇത് കൂളംസ് ലോ ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ് ഗോസസ് തിയർ എന്ന് മാത്രം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകും. ഓക്കെ.